അടുത്ത ഹെഡിങ് ആണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അതിൻ്റെ അബ്രിവേഷനാണ് MTP എന്ന് കാണാം. ഇതിനെ ലീഗൽ അബോർഷൻ എന്ന് വിളിക്കും, നിയമവിധേയമായ ഗർഭഛിദ്രം. നിങ്ങൾക്കറിയാലോ 9 months അല്ലെങ്കിൽ 48 weeks ആണ് പ്രഗ്നൻസിയുടെ ടൈം. അതിന് മുമ്പേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുന്ന പ്രോസസ്സാണ് MTP. അതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിൽ ഇറ്റ് ഈസ് എ ഇൻറ്റൻഷണൽ, മനഃപൂർവമായ ഓർ വോളണ്ടറി, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ടെർമിനേഷൻ, അവസാനിപ്പിക്കുക, ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. ഒരു പ്രഗ്നൻസി ഫുൾ ടേം എത്തുന്നതിന് മുമ്പ്, ഫുൾ ടേം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 280 days ആണ്. ഫുൾ ടേം എത്തുന്നതിന് മുമ്പ് തന്നെ പർപ്പസ്ഫുള്ളായിട്ട്, ഇൻറ്റൻഷണലായിട്ട്, സ്വന്തം ഇഷ്ടപ്രകാരം വോളണ്ടറിലി പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യുന്ന, അവോയ്ഡ് ചെയ്യുന്ന പ്രോസസ്സാണ് MTP എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 1971 കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായ നിയമങ്ങൾ നിർമ്മിച്ചു MTP. അതായത് മിസ്യൂസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ നിയമനിർമ്മാണം MTPയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിർമ്മിച്ചത് 1971. ഇത് പ്രകാരം അൺനെസസറി MTPകൾ നടത്തുന്നത് കുറ്റകരമാണ്. ഇപ്പം 1971 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ MTP ലീഗലൈസ് ചെയ്തത്. ഇനി ഇത് നമ്മൾ പറയുന്നത് പർപ്പസ്ഫുൾ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ്. നമ്മൾ മരുന്ന് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഉപയോഗിച്ചിട്ടോ ചെയ്യുന്ന പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ MTP. അങ്ങനെയല്ലാതെ നാച്ചുറൽ അബോർഷൻസ് ഉണ്ട്. ഇത് ഇൻറ്റൻഷണൽ അബോർഷനാണ്. നാച്ചുറലായിട്ട് അബോർഷൻസ് സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. ലോകത്തുണ്ടാകുന്ന പ്രഗ്നൻസികളിൽ 1/5 മറ്റ് കാരണങ്ങൾ കൊണ്ട്, അതായത് എൻഡോമെട്രിയത്തിൻ്റെ തകരാറ് കൊണ്ടോ ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടോ ഒക്കെ നാച്ചുറലായിട്ട് അബോർഷൻ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഇവിടെ നാച്ചുറൽ അബോർഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇൻറ്റൻഷണൽ അബോർഷൻ യൂസിങ് ഡ്രഗ്സ് ഓർ അതർ പർപ്പസ് മെഡിക്കലി. ആൻഡ് ദിസ് പ്രോസസ് ഷുഡ് ബി ലീഗലായിരിക്കണം. അതിൻ്റെ കാരണം പറയുന്നത് ഒരുപാട് ഇല്ലീഗലായ അബോർഷനുകൾ നടത്തുന്നുണ്ട് ഫീമെയിൽ ഫീറ്റസൈഡിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പോൾ ലോകത്തിൽ 1/5 ഓഫ് പ്രഗ്നൻസി ശരിക്ക് നോർമൽ കേസിൽ അബോർഷനായിട്ട് പോകാറുണ്ട്. അത് കൂടാതെ ചില സ്പെഷ്യൽ കേസുകളിൽ മാത്രം ചെയ്യുന്നതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഞാൻ പറഞ്ഞു 1971 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ MTP ലീഗലൈസ് ചെയ്യുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. താഴെ പറയുന്ന 3 കേസുകളിൽ മാത്രമേ അത്തരം അബോർഷൻസ് മെഡിക്കലി ചെയ്യാൻ പാടുള്ളൂ. ഒന്നാമത് അൺവാണ്ടഡ് പ്രഗ്നൻസി ഇൻ ഫെയിൽഡ് കോൺട്രാസെപ്റ്റീവ്സ്. അതായത് ഹസ്ബൻഡോ വൈഫോ ഗർഭനിരോധന മാർഗങ്ങൾ യൂസ് ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ പരാജയം കൊണ്ടുണ്ടാകുന്ന പ്രഗ്നൻസികളിൽ അവർക്കിപ്പോൾ കുഞ്ഞിന് ആവശ്യമില്ലെങ്കിൽ, അൺവാണ്ടഡ് പ്രഗ്നൻസി. അത്തരം കേസുകളിൽ 2 പേരുടെയും സമ്മതത്തോടുകൂടി അബോർഷൻ അല്ലെങ്കിൽ ആ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യും. അപ്പോൾ അൺവാണ്ടഡ് പ്രഗ്നൻസി ഇൻ ഫെയിൽഡ് കോൺട്രാസെപ്റ്റീവ്സ്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നു, പക്ഷേ ആക്സിഡൻ്റലി ആ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ പരാജയം കൊണ്ടോ മറ്റോ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ they can decide whether the baby should be grown or to be aborted. അപ്പോൾ അതാണ് ഒന്ന്. രണ്ടാമത് ഹൈ റിസ്ക് പ്രഗ്നൻസി. അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്ന വാക്ക്, ഹൈ റിസ്ക് പ്രഗ്നൻസി. അത് പ്രഗ്നൻസി മുന്നോട്ട് പോകുമ്പോൾ അത് മദറിൻ്റെ ലൈഫിന് ത്രട്ടനിങ് ആയി മാറും. ഇപ്പോൾ ചില കേസിലൊക്കെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള മദറാണെങ്കിൽ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുമ്പോൾ, കുഞ്ഞിൻ്റെ ഗ്രോത്ത് കൂടുമ്പോഴത്തേക്ക് പ്രഷർ അൺകൺട്രോൾഡ് ആയിട്ട് മാറിയിട്ട് മദറിൻ്റെ ലൈഫിന് അപകടമായി മാറും. ചിലപ്പോൾ അത് ഫീറ്റസിൻ്റെ, കുഞ്ഞിൻ്റെ ലൈഫിന് അപകടമാകും. അത്തരം കേസുകളിൽ ആ പ്രഗ്നൻസിയെ മുന്നോട്ട് കൊണ്ടുപോകില്ല. വി പ്രിഫർ MTP. അപ്പോൾ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി, മദറിന് പ്രഷർ ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓർഗൻ ഫെയിലിയറുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിവിയറായ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഈ പ്രഗ്നൻസി മുന്നോട്ട് വീണ്ടും പ്രൊസീഡ് ചെയ്യുന്നത് മദറിൻ്റെ ലൈഫിനെ ത്രട്ടനിങ് ആണെങ്കിൽ അത്തരം കേസുകളിലും പ്രഗ്നൻസി അബോർട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. അതിന് വിളിക്കുന്ന വാക്കാണ് ഹൈ റിസ്ക് പ്രഗ്നൻസി. 3 പ്രഗ്നൻസി ഇൻ ഫോഴ്സ്ഡ് സെക്ഷൽ ആക്ടിവിറ്റി. റേപ്പ് എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കും. അത് ഫീമെയിലിൻ്റെ സമ്മതത്തോടു കൂടി അല്ലാത്ത സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഫീമെയിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അതിനെ വളർത്തണ്ടോ എന്നുള്ളത് ഫീമെയിലിൻ്റെ തീരുമാനമാണ്. അത്തരം കേസുകളിലും MTP ചെയ്യാം. അപ്പോൾ 3 കേസുകൾ: ഒന്ന് അവോയ്ഡ് പ്രഗ്നൻസി ഇൻ ദ കേസ് ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസി ബൈ ഫെയിൽഡ് കോൺട്രാസെപ്റ്റീവ്സ്. 2 ഹൈ റിസ്ക് പ്രഗ്നൻസി, മദറിൻ്റെ ലൈഫിന് പ്രഗ്നൻസി റിസ്ക് ആവുമ്പോൾ. 3ാമത്തത് പ്രഗ്നൻസി ഇൻ ഫോഴ്സ്ഡ് സെക്ഷൽ ആക്ടിവിറ്റി. ഇനി എപ്പോഴാണ് MTP ചെയ്യുക? MTP ചെയ്യുന്ന സമയത്ത് അത് മദറിൻ്റെ ലൈഫിന് റിസ്ക്കായി മാറരുത്.
ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങൾക്കറിയാലോ 3 ട്രൈമസ്റ്റർ, 9 മാസങ്ങളെ 3 ട്രൈമസ്റ്റർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെയ്യുന്ന പ്രഗ്നൻസി സേഫാണ്. സേഫ് മീൻസ് മദറിൻ്റെ ലൈഫിന് സേഫാണ്. അതിനുശേഷം 4th, 5th, 6th സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ചെയ്യുമ്പോൾ അത് മദറിൻ്റെ ലൈഫിന് റിസ്ക് ആയിട്ട് മാറും. അതുകൊണ്ട് യൂഷ്വലി MDP ചെയ്യാം ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ മാത്രമേ സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് പോകും. ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരു കാരണവശാലും MDP ചെയ്യാറില്ല. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ആൻഡ് ലീഡ് ടു ഹെവി ബ്ലീഡിങ് ആൻഡ് ഇറ്റ് മേ ത്രട്ടൺ ദ മദേഴ്സ് ഡെത്ത്, മദേഴ്സ് ലൈഫ്. ഇനി ലാസ്റ്റ് പാർട്ട്, 2 കേസുകളിൽ പലപ്പോഴും ഈ പ്രോസസ്സ് മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. മിസ്യൂസ് ചെയ്യുമ്പോൾ അതിന് MDP എന്ന് പറയില്ല, ഇല്ലീഗലായിട്ട് മാറി. 2 കേസുകളിൽ ഈ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി മിസ്യൂസ് ചെയ്യപ്പെടാറ്. ഒന്ന് ആസ് എ ബർത്ത് കൺട്രോൾ മെഷർ അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ചില കപ്പിൾസ് അവർ ബർത്ത് കൺട്രോൾ മെഷേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല, IUDയോ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസോ കോണ്ടംസോ ഒന്നും യൂസ് ചെയ്യില്ല. അവർ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നേരെ പോയിട്ട് അബോർട്ട് ചെയ്യും. അപ്പോൾ അത് ഒരു ബർത്ത് കൺട്രോൾ മെഷറായിട്ട് അവർ ഈ അബോർഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അബോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വാണ്ടഡ് പ്രഗ്നൻസി പോസിബിൾ ആവില്ല. കാരണം എൻഡോമെട്രിയൽ വോളിലൊക്കെ സിവിയറായി ഡാമേജ് വരും. അപ്പോൾ ചില കപ്പിൾസ് പലപ്പോഴും ഇതിനെ ഒരു നിസ്സാരമായിട്ട് കാണുന്നു. അവരിതിനെ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, കുഞ്ഞ് ജനിക്കാതിരിക്കാനുള്ള മെത്തേഡായിട്ട് കാണുന്നു. കാരണം കുഞ്ഞിനെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു, കോണ്ടം, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ, IUD. ചില ആൾക്കാർ ഇതിനൊന്നും തയ്യാറാവില്ല. അവർ വിചാരിക്കും പ്രഗ്നൻ്റ് ആയാൽ ഡോക്ടറെ അടുത്ത് പോവാം, അബോർട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അതൊരു മിസ്യൂസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആസ് എ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ആസ് എ ബർത്ത് കൺട്രോൾ മെഷറായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടും. മറ്റൊന്ന് ഗുരുതരമായ കേസ് ഫീമെയിൽ ഫീറ്റസൈഡാണ്. പലപ്പോഴും ഗ്രോയിങ് ചൈൽഡിൻ്റെ എംബ്രിയോയുടെ സെക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പെൺകുഞ്ഞാണെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പെൺഭ്രൂണഹത്യ അല്ലെങ്കിൽ ഫീമെയിൽ ഫീറ്റസൈഡ്, അതിന് വേണ്ടിയിട്ടും ചില കേസിൽ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. ഇതൊക്കെ സിവിയറായ പണിഷ്മെൻറ്റ് കിട്ടുന്ന കാര്യങ്ങളാണ്, ഫീമെയിൽ ഫീറ്റസൈഡൊക്കെ. അപ്പോൾ 2 കേസുകളിൽ ഈ ഒരു അബോർഷൻ പ്രോസസ്സ് മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. ഒന്ന്, സം പീപ്പിൾ കൺസിഡർ ഇറ്റ് ആസ് എ സിമ്പിൾ ബർത്ത് കൺട്രോൾ മെഷർ ആൻഡ് ഇൻ ദ അനദർ കേസ് in some uncultured, uncivilized societies, female child is not preferred and they depend on female feticide for this purpose.